കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് മാല മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. മാല മാത്രം വെച്ചിട്ട് എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും? അയ്യോ, ഇതെങ്ങനെ ഉണ്ടാക്കും? ഇയർ ഹെഡ് പിന്നിന്റെ യൂസ് എന്താണ്? കമ്മൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്മൽ ഉണ്ടാക്കാം? കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് എങ്ങനെയാണ് കമ്മൽ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ഒരു ആൻസർ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വെൽക്കം ടു അവർ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് പാർട്ട് 2 ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജസിനൊക്കെ എനിക്ക് പറ്റുന്ന മെസ്സേജസിനെല്ലാം ഞാൻ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരാറുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കുറച്ച് കാര്യങ്ങൾ നടന്നു. ആക്ച്വലി ഞാൻ ആ ഒരു നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് കിറ്റിന്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു മിറാക്കിൾ എന്നൊക്കെ പറയില്ലേ, അതുപോലാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് കുറേ ടൈം എടുത്തു. കാരണം ഞാൻ ഒരിക്കൽ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഓർഡറാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതും എന്നെ ട്രസ്റ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഇത്രയും ഓർഡർ കിട്ടും എന്നുള്ളത്. സോ ഓർഡർ ചെയ്തവരെല്ലാവരുടെ അടുത്തും ഞാൻ ഓൾറെഡി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നുള്ള. നമ്മുടെ കുറച്ച് ഐറ്റംസും കൂടെ എത്താനുണ്ട്, എന്നിട്ട് എനിക്ക് കൊറിയർ അയക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ നിങ്ങൾ തന്നിട്ടുള്ള അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി കൊറിയറും കൂടെ വന്ന ഉടനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം. ഞാൻ ഒട്ടും ലേറ്റ് ആക്കില്ല, പെട്ടെന്ന് തന്നെ ഞാൻ കൊറിയർ അയക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മെയിൽ അല്ലാതെ വേറെ ഏതെങ്കിലും വഴി അയക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ടോ, വാട്സപ്പ് നമ്പർ തരാമോ? സോ എൻ്റെ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് പേഴ്സണൽ നമ്പർ തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തരാഞ്ഞത്. പകരം ഞാൻ ഇനി വാട്സപ്പ് വിയ ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം അങ്ങനെ ഓർഡർ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഓർഡർ തന്നവർക്കെല്ലാവർക്കും ഞാൻ ഉടനെ തന്നെ കൊറിയർ അയക്കുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ആ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് 2-3 പേര് ഓൾറെഡി അവർ ചെയ്തിട്ടുള്ള മാലയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ അവരുടെയും കൂടെ ജസ്റ്റ് ഒന്ന് അവർ ചെയ്ത മാലകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപർണയാണ് എനിക്ക് ഫസ്റ്റ് അയച്ചു തന്നത്. അപ്പോൾ അപർണ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാ, എങ്ങനെയുണ്ട്, ഭംഗിയാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആള് നല്ല രീതി ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാമെന്ന് പറയത്തേ ഇല്ല, ആള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ കേട്ടോ. അപ്പം അപർണ നമ്മുടെ ഇൻവിസിബിൾ ജ്വല്ലറി മേക്കിങ്ങിന്റെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് സാന്ദ്രയാണ്. അപ്പൊ സാന്ദ്ര ചെയ്തിട്ടുള്ള ഫോട്ടോസും ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കാം. സാന്ദ്രക്കുട്ടി ചെയ്തത് പേളിൽ വെച്ചിട്ടുള്ള ഒരു ഇൻവിസിബിൾ ചെയിൻ ജ്വല്ലറി ആയിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇൻവിസിബിൾ ജ്വല്ലറിയിൽ പേളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം അവരവരുടെ ക്രിയേറ്റിവിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അയച്ചു തന്നത് ദേവിക എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. അപ്പൊ ദേവിക ഓൾറെഡി ജ്വല്ലറി മേക്കിംഗ് ചെയ്ത് തുടങ്ങി, ആള് സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടിരുന്ന ഒരു ലോക്കറ്റ് വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു ഇൻവിസിബിൾ ജ്വല്ലറി മാല ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. കീപ് ഗോയിങ്, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക, സെയിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ. അപ്പം നമുക്ക് ഇതേപോലെ ഇനി അടുത്ത വീഡിയോയിലും നിങ്ങൾ ഇതുപോലെ തന്നെ ഷെയർ ചെയ്ത് തരിക. ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും അത് നമ്മുടെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പം നമ്മളിന്ന് ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ പാർട്ട് 2 ക്ലാസ്സിലോട്ട് തന്നെ പോകാം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള കമ്മലാണ് നമ്മൾ ഇന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതും സ്റ്റഡാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള സ്റ്റഡ് മേക്കിംഗ് ആണ്. സോ ലേറ്റ് ആക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു കുറച്ചും കൂടെ ഒന്ന് സൂൺ ചെയ്ത് ചെയ്യണേ എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റഡ് മേക്കിങ്ങിനായിട്ട് എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. അതിനുശേഷം നമ്മളിത് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ഷീറ്റ് ആണ്.
അത് നമ്മുടെ സൈസിന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം B7000 ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ആ സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് നമുക്ക് വേണ്ടുന്ന ഷേപ്പിന് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ആ കുന്തൻ സ്റ്റോൺസ്, റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് അതിനകത്തോട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുള്ളത് തന്നെ, നമ്മൾ ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ ആ ഒരു ഗമ്മിലേക്ക് ഈ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നതിന് ശേഷം ഒരു സെക്കൻഡ് ഒന്ന് ലീവ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം നമ്മൾ ഏത് ഷേപ്പാണോ വേണ്ടുന്നത്, ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പാണ്. അപ്പം നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പിലേക്ക് എന്നിട്ട് അത് കറക്റ്റാക്കി എടുക്കാം. അപ്പം ഞാൻ ഇട്ടതിൽ ഒരെണ്ണം ഒന്ന് അധികം വന്നു, അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ആ ഒരു ഷേപ്പിൽ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഒരു ലെയറും കൂടെ നമുക്ക് ചെയ്യണം. അപ്പോൾ ആ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. സോ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിന് താഴെയായിട്ട് ഗമ്മ് തേച്ച് കൊടുക്കാം. ഗമ്മ് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സെക്കൻഡ് ഒന്ന് ലീവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കുന്തൻ സ്റ്റോൺസ് അതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു കളറിലോട്ട് വരും. ആ ഒരു കളർ വരുമ്പോൾ നമുക്ക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുന്തൻ സ്റ്റോൺ ഞാൻ ഒട്ടിക്കുന്ന ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ദാണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇത് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഷീറ്റ് അല്ലെങ്കിൽ OSB ഷീറ്റ് അല്ലാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്സിൻ സ്ട്രിപ്പിൻ്റെ ഷീറ്റ് കിട്ടും. സോ ആ ഒരു ഷീറ്റിൽ വേണമെങ്കിൽ നമുക്കിത് ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഗ്ലാസ് ഷീറ്റിൽ ഒട്ടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഫിനിഷ് കിട്ടുന്നത്. അതിനുശേഷം നമുക്കതിൻ്റെ ബാക്കിൽ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷീറ്റ് നമുക്ക് അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. സോ നമ്മളിത് ലെവലിന് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ എന്താണ്ട് ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഓൾറെഡി ഞാനിത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ഓൾറെഡി മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് അത്യാവശ്യം ഉണങ്ങിയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുന്തൻ സ്റ്റോൺസിൻ്റെ ലോക്കറ്റ് ചെയ്തപ്പം അത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. സോ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ളു. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ആ ഒരു ഗ്ലാസ് ഷീറ്റിൽ നമ്മൾ ആ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ ഷേപ്പിന് അത് കട്ട് ചെയ്തെടുക്കുക. ആദ്യമേ അത് നമ്മളൊരു ലെവലിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി അതിൻ്റെ എൻഡ്സ് ഒക്കെ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ്ങിൽ എത്തും. പിന്നെ ഗ്ലാസ് ഷീറ്റ് നമ്മൾ എടുക്കാൻ കുറച്ചും കൂടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഷീറ്റിൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ ഇരുന്നാൽ പോലും നമുക്കത് വലുതായിട്ട് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പേരും ഈ ഒരു ഗ്ലാസ് ഷീറ്റിനകത്ത് ഓരോ വർക്കുകൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ആ ഒരു ലുക്കിലായിരിക്കും നമ്മുടെ കമ്മലിൻ്റെ ഒരു പോർഷൻ വരുന്നത്. അതിനുശേഷം ഇതുപോലെ ഷീറ്റ് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു വാക്സ് സ്ട്രിപ്പ് ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതുപോലത്തെ കവർ. സോ ഇങ്ങനത്തെ കവർ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ആദ്യം നമ്മൾ ആ ഒരു കമ്മലിൻ്റെ ഷേപ്പിന് റൗണ്ടിലാക്കി ആദ്യമേ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ബാക്കിയുള്ള ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. സോ നമുക്ക് അവിടെ ആ ഒരു സെൻറ്ററിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പോർഷൻ ഒഴിച്ചുള്ള ഭാഗത്താണ് നമുക്കത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. സോ ഞാനിങ്ങനെ ഒരു സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിന് ലെവലിന് നോക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ പുറത്തോട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സ്റ്റഡിൻ്റെ ബാക്ക് ഹെഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷമാണ് ബാക്ക് സ്റ്റഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബാക്ക് സ്റ്റഡും കൂടെ ആ ഒരു ഗ്ലാസ് ഷീറ്റിൽ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. സോ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ അത് കവറപ്പ് ചെയ്തിരിക്കും. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു ബാക്ക് സ്റ്റഡിനും കൂടെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത്. അപ്പം കുറച്ചും കൂടെ അത് ലോങ് ലാസ്റ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ഞാൻ കുറച്ച് കമ്മൽ ചെയ്തെടുത്തതാണിത്. ഇത് വെറും സ്റ്റഡാണ്, കുറച്ച് കമ്മലുകൾ മാത്രമാണിത്. ഇതുപോലെ നമുക്ക് പല മോഡലിൽ പല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിനും ഡെയിലി വിയറിനും കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ആർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സോ നിങ്ങൾക്ക് ഇതുപോലെ പെയറായിട്ട് മാലയും കമ്മലും ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ മാല സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കമ്മലും മസ്റ്റ് ആണല്ലോ. സോ കുറേ പേരൊക്കെ ഹാങ്ങിങ്ങും അങ്ങനത്തെ ഒക്കെ കമ്മലുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ നമ്മുടെ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്തത്. സോ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ലിവ് ഇറ്റ്, അല്ലാത്തവർ ഇത് നോക്കി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് ഷെയർ ചെയ്ത് തന്നാൽ മതി നമ്മുടെ ഇൻസ്റ്റാ ഐഡിയിലേക്ക്. അപ്പം ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ പേരുടെ കമൻസ് ആണ് ഈ ഐ പിൻ, ഹെഡ് പിൻ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറേ ഐറ്റംസ്. ഇന്ന് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് സ്റ്റഡാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വലിയ ഹാങ്ങിങ് ടൈപ്പ് കമ്മലായിരിക്കും നമ്മളിനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.